ശ്രീ വിജി തമ്പി, നഗ്നമായ ആചാരലംഘനം തന്നെയാണ് ഇത്തവണയും നടന്നിരിക്കുന്നത്. ആറാട്ടു മണ്ഡപത്തിൽ കുടുംബശ്രീ മേളയുടെ പാചകപ്പുരയ്ക്കായാണ് അനുവദിച്ചിരിക്കുന്നത്. അവിടെ മാംസാഹാരം ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ 3 ദിവസം പാചകവും ചെയ്തു കഴിഞ്ഞു. ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വളരെ വിദഗ്ധമായി ചുറ്റും വലിയ ഷീറ്റുകൾ കൊണ്ട് മറച്ചായിരുന്നു അവർ ഈ 3 ദിവസവും പ്രവർത്തിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു. ഇന്ന് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവിടെ നിന്നും അവരെ ഒഴിപ്പിക്കുന്നതിനുള്ള തുടർ നടപടികളൊക്കെ സ്വീകരിച്ചു. പക്ഷേ ഇതിന് നേതൃത്വം നൽകിയവർ, ഇതിന്റെ ഭാരവാഹികൾക്കൊക്കെ കൃത്യമായി അറിയാമായിരുന്നു ഈ ആറാട്ടു മണ്ഡപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എന്നിട്ടും മാംസാഹാരം ഉൾപ്പെടെയുള്ളവ പാചകം ചെയ്യാനുള്ള ഒരു അടുക്കളപ്പുരയായാണ് അവർ ഇതിന് അനുമതി നൽകിയത്. എങ്ങനെ കാണുന്നു? നമസ്കാരം. സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്ന ഒരവസ്ഥയാണ്. കാര്യം, ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിൻ്റെ മറ്റ് പൂജകളെല്ലാം ചെയ്യുന്നത് ഈ മണ്ഡപത്തിലാണ്. എത്രയോ കാലമായി ഈ ഇത്രയും പരിപാവനമായ ഒരു സ്ഥലമാണ് ആ ആറാട്ട് മണ്ഡപം. അവിടെ ഞാൻ ചോദിക്കട്ടെ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് പോകുമ്പോൾ എയർപോർട്ട് പോലും അടച്ചിട്ട് ഫ്ലൈറ്റ് പോലും നിർത്തി അങ്ങനെ അത്രത്തോളം ഈശ്വരീയമായ അല്ലെങ്കിൽ അത്രത്തോളം ഭക്തി നിർഭരമായ രീതിയിൽ പോകുന്ന ഒരു ആറാട്ട് അവിടെ പോയി ആറാടിയ ശേഷം ആ മണ്ഡപത്തിലാണ് മറ്റ് പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നത്. അതിനുശേഷമാണ് തിരിച്ചെഴുന്നള്ളത്ത് വരുന്നത്. അത്ര പവിത്രമായൊരു സ്ഥലത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ മാംസാഹാരം ഉൾപ്പെടെയുള്ളത് പാചകം ചെയ്തെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. അതിനാരായാലും അവർക്കെതിരെ നടപടിയെടുക്കണം. നടപടിയെടുത്താൽ മാത്രം പോരാ, അവിടുന്ന് അവരെ എല്ലാം അടിച്ച് പുറത്താക്കി അവിടെ പുണ്യാഹം തെളിച്ച് ശുദ്ധി ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, അവിടെ പലപ്പോഴും ഇതിന് മുമ്പും പലപ്പോഴും കണ്ടിട്ടുണ്ട്, അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഈ മണ്ഡപത്തിനകത്ത് കയറി ബിയർ കഴിക്കുക, അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിക്കുക, അങ്ങനെയുള്ള അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ നിന്ന് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള പല പരാതികളും വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് മറ്റേ പുരാതന സംസ്കൃത വകുപ്പായാലും അല്ലെങ്കിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ആയാലും അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയാലും അതിന് ചുറ്റും ഇരുമ്പ് വേലി കെട്ടി തിരിച്ച് ഗേറ്റിട്ട് അത് സംരക്ഷിക്കണം. അതിന് പുറത്തുനിന്ന് കാണാനുള്ള അവസരം മാത്രം ഒരുക്കുക. അതിനകത്തേക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കല്ലാതെ മറ്റൊന്നിനും അകത്തേക്ക് കയറാൻ പാടില്ല. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ കോർപ്പറേഷൻ്റെ കീഴിലാണെന്ന് തോന്നുന്നു അത്. പക്ഷേ അതിന് എന്താ പറയുക, ആർക്കൈവ്സിൻ്റെ ഒരു നോട്ടഡ് പ്ലേസ് ആണിത്. അപ്പോൾ ഒന്നീ ആർക്കൈവ്സിനെ ആയിരിക്കണം അതിന് മുൻകൈ എടുക്കേണ്ടത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ എടുക്കണം, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി എടുക്കണം. ഒരു മണ്ഡപം മാത്രമല്ല, 2 മണ്ഡപങ്ങളുണ്ട്. 2 മണ്ഡപങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. 2 മണ്ഡപങ്ങളും ചുറ്റും ഇരുമ്പ് വേലി കെട്ടി മറച്ച് അതുപോലെ CCTV ക്യാമറയും വെക്കണം. അതിനകത്ത് ആരും കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് കാണാമെന്നുള്ളവർക്ക് കാണാം. കാരണം ഇത്രയും പുരാതനമായ 2 മണ്ഡപങ്ങളാണ്. ഈ അകത്ത് കയറുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ആ ആറാട്ട് സമയത്ത് മാത്രം അകത്തേക്ക് കയറാനുള്ള അനുവാദം നൽകുക. അല്ലാതെ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവരെയൊക്കെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബശ്രീ ആയാലും മറ്റുള്ള ആൾക്കാരും ഇവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്ന ആരാ? തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കുമല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടായിരിക്കുമല്ലോ അവർ ചെയ്തിട്ടുണ്ടാവുക. അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയല്ലേ? ഞാൻ പറഞ്ഞ ഈ അവിശ്വാസികൾ ഭരിക്കുമ്പോൾ ഇതിനപ്പുറം എന്താ പ്രതീക്ഷിക്കേണ്ടത്? ഈ അവിശ്വാസികൾ ഭരിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇത് തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അതിന് ജനപ്രക്ഷോഭം ഉണ്ടാവും. മാത്രമല്ല, ഈ വേലികെട്ടി തിരിക്കാൻ ഇപ്പോൾ ഈ പുരാതന വകുപ്പോ അല്ലെങ്കിൽ ഈ കോർപ്പറേഷനോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയോ തയ്യാറായില്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സ്വാഭിമാനിയായ ഹിന്ദുക്കൾ എല്ലാവരും ഒന്നിച്ചു വരണം. അവർ ഒന്നിച്ചു ചേർന്ന് അവിടെ ആ വേലി കെട്ടാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അതിന് ഏറ്റവും മുന്നിൽ വിശ്വ പരിഷത്തും ഞാനും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ശ്രീ വിജി തമ്പി, താങ്കൾ കണ്ടു കാണുമല്ലോ അവിടുത്തെ സാഹചര്യം. ഒരുപക്ഷെ ഭഗവാനെ ആറാട്ട് കഴിഞ്ഞ് പൂജയ്ക്കായി ഇരുത്തുന്ന സ്ഥലത്താണ് വേസ്റ്റ് ബിന്നും വാഷ് ബേസിനും അടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഭാഗത്തിങ്ങനെ ആ പാത്രങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ കഴുകിയ മലിനജലം കെട്ടിക്കിടക്കുന്നതും കാണാം. എന്തുമാത്രം വലിയ രീതിയിലുള്ള ആചാര ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആചാര ലംഘനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അറിഞ്ഞുകൊണ്ടുള്ള അവഹേളനം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സത്യത്തിൽ വലിയ വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു അവിടെ നോൺ വെജിറ്റേറിയൻ്റെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവിടെ കക്കൂസിൻ്റെ
അവിടെ ടെമ്പററി കക്കൂസോടെ വെച്ചിരിക്കുന്നു. മാത്രമല്ല അവിടെ കൈ കഴുകാനും അതിനുള്ള ഇത് വെച്ചിരിക്കുന്നു, പാത്രങ്ങളെല്ലാം വെച്ചിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ഒരു നിസ്സാരമായ രീതിയിലല്ലേ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ആരെയാണ് പേടിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസിലാണ് ഒരിക്കൽ ബിരിയാണി വിളമ്പിയത്. അത് വലിയ വിവാദമായി, ഹൈക്കോടതി വരെ ഇടപെട്ട കേസാണത്. അതുപോലെ ഇങ്ങനെ ഇത്രയും ഒരു ഇതില്ലാതെ, എന്താ പറയുക, ഒരു ശുഷ്കാന്തി ഇല്ലാതെയാണോ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ഒരു ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ പറയേണ്ടത്? തെറ്റല്ലേ അത്? കാര്യം ഒരിക്കലും ഈ 3 ദിവസമായി നടന്നിട്ട് ആരും അറിഞ്ഞില്ല. ചുറ്റും അത്രയും തോളം വേലി കെട്ടി ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ ഇപ്പോൾ ദേവസ്വം മന്ത്രിയാണ് പറയുന്നത് ശബരിമലയിൽ അതോറിറ്റി ഉണ്ടാക്കുമെന്ന്. ആലോചിച്ച് നോക്കിയേ, ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ശബരിമലയെ കൊണ്ടുവന്ന് ഇതുപോലെ കുടുംബശ്രീക്ക് ഇറച്ചി കച്ചവടം നടത്താൻ തുടങ്ങുമോ? ഞാൻ ഇത് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഒരു ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയൊരു സങ്കടമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും അവിടെ പോയി നോക്കി നിൽക്കാൻ പറ്റുമോ എപ്പോഴും? അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇത് പുരാവസ്തു വകുപ്പും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഇടപെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റും വേലിക്കെട്ട് എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. ചുറ്റും ഇരുമ്പ് വേലി കെട്ടി ഗേറ്റിട്ട് പൂട്ടി ഇത് 2 പ്രാവശ്യം മാത്രമേ വർഷത്തിൽ തുറക്കാവൂ. അത് പിന്നെ ക്ലീൻ ചെയ്യാനോ മറ്റു കാര്യത്തിന് വേണ്ടി തുറക്കാം. അല്ലാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് കഴിയുന്ന ആറാട്ട് ദിവസം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. മറ്റൊരു കാര്യത്തിന് ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഒരാളെ അതിനകത്ത് കയറ്റാനും പാടില്ല. 1 മണ്ഡപമല്ല, 2 മണ്ഡപവും. 2 മണ്ഡപവും ആ രീതിയിൽ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കാൻ പുരാവസ്തു വകുപ്പോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്മിറ്റിയോ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ അതിന് മുമ്പോട്ട് ഇറങ്ങും. നമ്മൾ വേലി കെട്ടും. തീർച്ചയായിട്ടും അതിന് എന്ത് എതിർപ്പുണ്ടായാലും പ്രശ്നമല്ല. അല്ലാതെ ഇതിനൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കാണിക്കുന്നവരുടെ മുട്ടുതല്ലി ഒടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ കാലത്ത് ഹിന്ദുക്കൾ ആത്മാഭിമാനമുള്ള ഹിന്ദുക്കളായി മാറണം ഇനിയെങ്കിലും.